എന്തായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് മഹാനായ നാബൽസി എന്നവരോടത്തെ കിതാബിൽ പറയുന്നത്? മഹാനവരവർ പറയുന്നു, ഒരാൾ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വഞ്ചന എന്നാണ്. അവൻ ആരെങ്കിലും വഞ്ചിക്കും. ഇനി വ്യഭിചാരികയാണ് കാണുന്നതെങ്കിൽ, മുകളിൽ പറഞ്ഞ വ്യഭിചാരം കേട്ടോ, ആദ്യം പറഞ്ഞത് വ്യഭിചാരാണ്, പിന്നെ വ്യഭിചാരിയെ കുറിച്ചാണ് പറയുന്നത്, പിന്നെ വ്യഭിചാരി അറിയപ്പെട്ടവളാണെങ്കിൽ അവളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു വ്യഭിചാരം സ്വപ്നം കാണുന്നതാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം വഞ്ചന എന്നും, ഇനി വ്യഭിചാരികയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഖൈർ എന്നാണ്, നല്ലതാണ്. വ്യഭിചാരിയെ സ്വപ്നം കാണുകയാണെങ്കിൽ. പിന്നെ അറിയപ്പെട്ട വ്യഭിചാരിയാണെങ്കിലോ അതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് ഖൈർ എന്നാണ്. മനസ്സിലായി? അപ്പോൾ വ്യഭിചാരിയെ സ്വപ്നം കണ്ടാൽ ഖൈർ എന്നും, അറിയപ്പെട്ട വ്യഭിചാരിയാണ്, എനിക്ക് അറിയുന്ന വ്യഭിചാരിയാണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് ഖൈർ ഉണ്ട് എന്നുമാണ്.